ഹായ് അമ്മി, ഇന്നൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആണ്. കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് എവിടെയൊക്കെ പോയാലും എൻ്റെ വീട്ടിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുറത്തിങ്ങനെ മഴ പെയ്തില്ല എന്നും പറഞ്ഞിരിക്കുകയാണ്. ചെറുതായിട്ട് ഇടി വെട്ടുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ദേ ഇവിടെ വന്ന് തുമ്മലും അലർജിയും കാരണം നല്ല അടിപൊളി കട്ടൻ കാപ്പിക്കുരുവിൻ്റെ കാപ്പിപ്പൊടി അതിനകത്ത് ഇട്ടേക്കുന്നത് കുരുമുളകാണ്. എനിക്ക് ശ്വാസമുട്ടലുള്ളതുകൊണ്ട് അതും കുടിച്ച് ഞാൻ നല്ല വൈബ് അടിച്ചിരിക്കുകയാണ്. പിന്നെ ഔട്ട് സൈഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. കണ്ടാ, ഇങ്ങനാണ് നമ്മുടെ ഔട്ട് സൈഡൊക്കെ കിടക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് വെളിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. കാര്യം നല്ല സൂപ്പർ വൈബ് അടിച്ചിരിക്കുകയാണ്. ഒന്ന് മഴ പെയ്യുമോ എന്ന് ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വേറെന്താ, നിങ്ങൾ കാപ്പി കുടിച്ചോ? നല്ല കാപ്പിക്കുരുവിൻ്റെ കാപ്പിപ്പൊടിക്കകത്തേക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ കടലയിലിരുന്ന് കാപ്പി കുടിച്ച് തണുത്ത് വിറച്ചിരിക്കാനൊരു പ്രത്യേക സുഖമാണ്. അതൊക്കെ എൻജോയ് ചെയ്യണം. ഇതുപോലുള്ള കിഴക്കൻ മലയും ഈ കിഴക്കിനോട് അടുത്തിട്ടുള്ള ഈ ഏരിയയിലൊക്കെ വരണം. ഉണ്ടൊക്കെയും പൊളിയാണ്. കാര്യം മറ്റേ ഇടുക്കിയിലോട്ട് അടുക്കുന്ന ആ തീവ്രമായിട്ടുള്ള തണുപ്പുമില്ല, എന്നാൽ ഒരുപാട് ചൂടുമില്ല. നല്ല മൈൽഡായിട്ടുള്ളൊരു ക്ലൈമറ്റ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി. ഞാൻ പോയതിൻ്റെതായ മാറ്റമൊക്കെ ഉണ്ട്. എല്ലായിടത്തും കണ്ട കാടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനുള്ളപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യും. അമ്മയ്ക്ക് വയ്യ. അനിയനും അനിയത്തിയൊക്കെ എപ്പോഴും പോകുന്നതുകൊണ്ട് അവർക്കും ടൈം കിട്ടാറില്ല. ഞാൻ വീട്ടിൽ കുത്തിരിക്കും, ഇതൊക്കെ ചെയ്യും. ഇത് കണ്ടോ, നല്ല ഹരിതസുന്ദരമായ ഞങ്ങളുടെ ഏരിയ. ഇത് നമ്മുടെ റൂമിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ. അത് നമ്മുടെ ഈ വീടിൻ്റെ സ്വന്തം ഓണറുടെ കാലിത്തൊഴുത്താണ് ആ കാണുന്ന ഷെഡ് പോലെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിസരവും കാര്യങ്ങളും ഒക്കെ. ഇതാണ് നമ്മുടെ വീട്. ഇത് നമ്മുടെ ശംഖുപുഷ്പം. ഈ മുറിയാണ് ഞങ്ങളുടേത്. അത് ഹോളിൻ്റെ കിടക്കുന്ന ചക്ക ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്ക ഉണ്ടോ? ഇന്ന് മീൻകറി വെച്ചിട്ടുണ്ട്. ചക്ക ആയിരിക്കും ഇന്നത്തെ സ്പെഷ്യൽ. ചക്ക വേവിച്ചത് വേണോ? ഈശ്വര, മകളാന്നും കരുതി പൊക്കിയെടുത്തത്. അമ്മേനെ രണ്ടും ഒരുപോലെ ഇരിക്കുന്നത്. എൻ്റെ കുക്കു അല്ല, എൻ്റെ കുക്കുവിന് എനിക്കൊരു കുട്ടിക്കർമ്മനും ഒരു വെള്ളക്കുട്ടി ഇല്ലായിരുന്നോ? 2 ഇരട്ട വെള്ളക്കുട്ടികളും ഒരു കുട്ടിക്കർമ്മനും അയൽവക്കത്തുള്ള മനസ്സാക്ഷി ഇല്ലാത്തൊരു വിഷം കൊടുത്തു വന്നു. അതുപോലെ ഇവിടെ വന്ന് 3 സ്ട്രേ ഡോഗ്സ് കിടപ്പുണ്ടായിരുന്നു. ഒരു അമ്മയും 5 കുഞ്ഞുങ്ങളും 2 കുടുക്ക കുഞ്ഞുങ്ങളെ വിഷം വെച്ച് കൊന്ന്. അതൊക്കെ ദൈവം ചോദിച്ചോളും. അവരുടെ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ കാണുന്ന ഒന്നും ആയിരിക്കത്തില്ല ലൈഫെന്ന് പറഞ്ഞാൽ. എല്ലാവരും സ്നേഹിക്കുന്നവരെ ദൈവം സംരക്ഷിക്കും. നമ്മുടെ സുന്ദരി മക്കളെയൊക്കെ എന്താണല്ലേ വളത് കണ്ടോ? ഞങ്ങൾ അമ്മിഞ്ഞ കണ്ടാരും കൊതി പിടിക്കില്ല കേട്ടോ. എൻ്റെ കുഞ്ഞുമാവയ്ക്ക് പിടിക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ ഈ ആർമി ചേച്ചിമാരല്ല എൻ്റെ അമ്മിഞ്ഞ നോക്കി കൊതിയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെല്ലാവരും ഭയങ്കര സീനാണ്. ഞാനാണ് മാന്താനാണ് നമ്പർ 1. എൻ്റെ മക്കളെ ഞാൻ മാന്തും, ഇവിടുത്തെ പട്ടിക്കുഞ്ഞുങ്ങളെ ഞാൻ മാന്തും, ഇൻ്റമ്മയെ മാന്തും. അമ്മച്ചിയെ മാത്രം മാന്തിയല്ല, കാര്യം അമ്മച്ചി തിരിച്ച് മാന്തും. അതുകൊണ്ട് തങ്കക്കുടമല്ല എൻ്റെ സുന്ദരി. എൻ്റെ ഒബ്സർസിനെ കൊണ്ടു, എൻ്റെ ഒബ്സർസിനെ, എൻ്റെ ചക്രക്കുടത്തിനെ കൊണ്ടു. ചക്രക്കുടത്തിനെ വാറെന്നെ ഇറങ്ങിക്കളവി. വായോ, ഇതാരാണോ? ഇനി വന്നേ കാണട്ടെ. മോൻ വന്നേ. ഇങ്ങ് കുഞ്ഞുമാവകളുടെ അമ്മച്ചിയെ കണ്ടോ? ഇതുണ്ട് വേറൊരാളെൻ്റെ മടിയിരുന്ന് ഇവരെ കാണുന്നത്. ഇതാരാ ഇത്? പട്ടിക്കുഞ്ഞിനെ കണ്ടോണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞുമാവ. ഇതെൻ്റെ പുതിയ കുഞ്ഞുമാവ. കണ്ട, ഇതെൻ്റെ പുതിയ കുഞ്ഞുവാവയാ. എൻ്റെ കുഞ്ഞുവാവയാ. എൻ്റെ കുഞ്ഞുങ്ങൾ പോയപ്പോൾ ഇവിടെ വന്ന എൻ്റെ കുഞ്ഞുവാവയാ. കണ്ടോ, എൻ്റെ കുഞ്ഞുവാവ, പുതിയ കുഞ്ഞുവാവ. ഉടുക്കവയറ് ഞാൻ കടിച്ചു പൊട്ടിക്കും. അതാര? അത് പട്ടിയമ്മയാണോ? എൻ്റെ കുഞ്ഞിൻ്റെ പട്ടിയമ്മ. മോൻ്റെ കുഞ്ഞുവാവന്മാരെ പോലെ ഈ കുഞ്ഞുങ്ങളെ നോക്കുവോ? അടക്കമുള്ള കുട്ടി, നല്ല കുട്ടിയാണേ. പൊക്കോ. എൻ്റെ സുന്ദരക്കുട്ടപ്പനല്ലേ ഇത്? ഇതെൻ്റെ സുന്ദരക്കുട്ടപ്പനാ. എൻ്റെ സുന്ദരക്കുട്ടപ്പനാടാ ഇത്. സുന്ദരനാടാ. പിന്നെ ദേ ഈ കാണുന്നതൊക്കെ നമ്മുടെ അമ്മച്ചി നട്ടുപിടിപ്പിച്ച ചെടികളാണ്. ഇതെല്ലാം പുറത്തുനിന്ന് മേടിച്ച കുറേ ചെടിയുണ്ട്. വല്യമ്മയുടെ ഒക്കെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് നടന്ന കുറേ ചെടിയുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? ഇത് നമ്മുടെ പുതിയ വീടില്ലേ, നമ്മൾ പണിയുന്ന നമ്മുടെ സ്വന്തം വീട്, അങ്ങോട്ട് മാറുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് പറിച്ച് നടാനായിട്ട് ഇപ്പോഴേ വളർത്തുക. ഇതിനിടയ്ക്ക് ഒരാളിരിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയാമെന്നറിയാം. ഇത് അമ്മ ചെടി നടാൻ മണ്ണെടുക്കുന്ന സാധനമാണ്. ഇതാണ് നമ്മുടെ ചിരട്ട. കോട്ടയംകാർക്ക് അറിയാൻ ചാൻസ് കൂടുതലാണ്. കാര്യം ആ ചിരട്ട നമ്മുടെ റബ്ബർ പാൽ കളക്ട് ചെയ്യുന്ന റബ്ബർ ചിരട്ടയാണ്. ഞാനുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എൻ്റെ അനിയത്തി വെറും മടിച്ച് കണ്ടതൊന്നും ശ്രദ്ധിക്കില്ല. എൻ്റെ ശംഖുപുഷ്പമാണ്. നിറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ സൈഡിൽ കുറച്ച് പൂവൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും വളർന്നു. ഇത് കണ്ടിട്ടുണ്ടോ? കൊമളച്ചെടി. ഇതാണ് നമ്മുടെ കൊമളച്ചെടി. അത് നിറയെ കായ്ച്ച് കിടക്കുന്നുണ്ടാ.
അതിൻ്റെ തണ്ടും കൂടെ നമുക്കൊന്ന് നടത്തി നോക്കാം. ചെടി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കറ ഉണ്ടല്ലോ, ആ കറ ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കുന്ന ചെടിയാണിത്. ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ഈവനിങ്. കണ്ട സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞതാ 6:45 സമയം. ഇവിടെ കുറച്ച് പേര് കിടപ്പുണ്ട്. ചക്കരക്കുടവേ, നമുക്കിവിടെ കുറച്ച് പണിയുണ്ട്. ഈ മടലൊക്കെ ഇവിടുന്ന് മാറ്റി ഇവിടെ പട്ടിക്കുഞ്ഞുങ്ങൾ, കുറച്ച് തെരുവ് പട്ടിക്കുഞ്ഞുങ്ങൾ വന്നിട്ടില്ലേ, അവന്മാർക്ക് കിടക്കാൻ തക്കവണ്ണം നമുക്ക് റെഡിയാക്കി കൊടുക്കാം. വേസ്റ്റിനകത്ത് കിടക്കണ്ട എൻ്റെ മക്കൾക്ക് ഞാനിവിടെ ഒരു ബെഡ് എടുത്തിട്ടിട്ടുണ്ട്. വാ, ഈ കിടക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബെഡ്. ഇത് രണ്ടും ഇടണോമേ, ഒരെണ്ണം അമ്മയും മക്കളോടെ കിടന്നോളൂ. വാ, വാതിക്കെ ബെഡ് ഇട്ട് തരാം. വാ, എൻ്റെ മക്കൾ വേസ്റ്റിലൊന്നും പോയി കിടക്കണ്ട, ഇവിടെ കിടന്നു. വാ, പഴയ സാരി കൊണ്ട് അമ്മ ഉണ്ടാക്കി ബെഡാക്കണ്ട, ഇവിടെ കിടന്നോ. അയ്യ, രാത്രി അവിടെ ചെടിയൊക്കെ നിൽക്കുന്നുണ്ടോ? ചിച്ച് റോസപ്പ് കരിഞ്ഞു പോയോടോ, എന്തോടോ ഇതിന്. നമുക്കേ രാത്രി ചെടികൾക്കിടയിൽ സീൻ പിടിക്കാം. വാ, ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോടാ? ഇല്ല. ഓ, ഈ വയസ്സാം കാലത്ത് കുമ്പിടിയാവുന്ന ലക്ഷണമുണ്ട്. അവിടെ അനിയൻ വിളിക്കും, ഇപ്പം എന്തിപ്പോൾ വിളിച്ച്. ഞങ്ങൾ ഇടയ്ക്കത്ത് വലിയൊരു സീൻ പിടിക്കാനായിട്ട് ജീവികളുടെയൊക്കെ ബെഡ്റൂമിനകത്ത് എവിടെ ഉണ്ടോ എന്ന് നോക്കി ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. അത് കൊടുത്തോ. ഞാനൊരു വാനില ഐസ്ക്രീം മേടിക്കാൻ പറയണമെന്ന് മറന്നുപോയി. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ കാര്യമാണ്, ഈ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു, ഈ കൂട്ടിൽ ഒരു ഓമന സ്പിറ്റ് പട്ടിക്കുഞ്ഞ്. ഞാൻ എന്നും ഇതിൽ വരുമ്പോഴൊക്കെ അവനെ വിളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അവനെ അവരാർക്കോ കൊടുത്ത്. ഞാൻ കുറേ കാലം അവരുടെ പുറകെ നടന്നു, ആ പട്ടിക്കുഞ്ഞിനെ തരുമോ, പറയുന്നതിൽ 1000 രൂപ കൂടുതൽ തരാമെന്ന്. എന്നിട്ട് അവർ കൊണ്ട് വേറെ ആർക്കോ കൊടുത്ത്. ഇവർ നല്ല നാളെങ്ങാനും ടൂർ പോകുമ്പോൾ വല്ല കണ്ണാപ്പി കോലം ആയാലാ. എടി ഗോൾഡ് എന്ന് പറഞ്ഞാൽ കട്ട ഗോൾഡൊന്നും വീണാക്കല്ലേ. ഇത് പക്ഷേ കട്ട ഗോൾഡാ. പതുക്കെ അടിച്ചാൽ മതി, എനിക്ക് 1-2 മുടി അടിച്ചാൽ മതി. സന്ധ്യയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് തണുത്ത് വിറച്ച് ഞാനിങ്ങനെ വന്നു. ഓ, എന്തൊരു സുഖമാണെന്നറിയോ, കിണർ വെള്ളത്തിൽ കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും തണുപ്പും ഒരു സാറ്റിസ്ഫാക്ഷനും. കൊച്ചിയിലെ ചൂട് കാരണം ദേഹം എല്ലാം കുരു വന്നു ചൊറിഞ്ഞ് ഈ വേർപ്പ് മൂലമുള്ള കുരുക്കളൊക്കെയാണ് പുറത്തെല്ലാം. എന്ത് ചെയ്യാനാ, മൊത്തം പാട് വീണ്. കണ്ടോ, ചോരക്കുരു മാതിരി. എൻ്റെ അമ്മപ്പെണ്ണിൻ്റെ തോർത്താണ്. എനിക്ക് എൻ്റെ അമ്മയുടെ തോർത്തിൻ്റെ സ്മെല്ല് പോലും ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ എൻ്റെ അമ്മയുടെ കൂടെ നടക്കുന്നൊരു ഓർമ്മയാണ്. എന്താ പിന്നെ ഈ ഹെയർ കളർ ഞാൻ ചെയ്തതാണ്, ഉണങ്ങിയാലേ കളർ അറിയുള്ളൂ നന്നായിട്ട്. അമ്മ സീരിയൽ കാണാനൊക്കെ ഇരുന്നപ്പോഴേക്കുമാണ് ഞാനും ഫുഡ് കഴിക്കാൻ വന്നിരുന്നത്. നല്ല ചക്ക വേവിച്ചതും അയലക്കറിയും മത്തി ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ ചോറുണ്ടായിരുന്നു. എനിക്ക് ചക്കയും ചോറും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലേ വേറെ ലെവലാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ ഫുഡ് എനിക്ക് പൊന്നാണ്. പിന്നെ എന്നാ പറയാൻ, മുടി കളർ ചെയ്ത കാര്യം. മുടി കളർ ചെയ്ത കണ്ടോ, അത്യാവശ്യം കളർ വന്നിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട കളറൊക്കെ ഉണ്ട്, വലിയ ബോറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ രാത്രിയിൽ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കുമാണ് എനിക്കൊരു കോൾഡ് കോഫി ഉണ്ടാക്കാൻ തോന്നി. എൻ്റേതായ റെസിപ്പിയൊക്കെ വെച്ച് ഞാൻ തട്ടിക്കൂട്ടിയൊരു കോൾഡ് കോഫി. എന്നിട്ട് ഞാൻ തന്നെ ഇരുന്ന് തട്ടി. നീനും അമ്മയ്ക്കും കൊടുത്തു കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു 10, 10:30, 11 ആയപ്പോഴേക്കും ഞാൻ പതുക്കെ കട്ടിലേക്ക് ഉറങ്ങാനായിട്ട് കയറി. വീഡിയോക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവാണ്, കാര്യം ആ ഭാഗത്ത് ഇച്ചിരി വെട്ടം കുറവാണ് കേട്ടോ. എന്നാൽ പിന്നെ ഞാനങ്ങ് തൂങ്ങട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് നൈറ്റ്.